എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് വരുന്ന ഒട്ടുമിക്ക മെസ്സേജുകളിലും ആൾക്കാർ മെൻഷൻ ചെയ്യാറുണ്ട്, അഫ്ര കിട്ടിയിട്ട് ഇത്ര നാളായി, ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ ആൻമാർക്ക് കിട്ടിയിട്ട് 6 മാസമായി അല്ലെങ്കിൽ 3 മാസമായി, ഇതുവരെ എംപ്ലോയർ സ്പോൺസർ ജോബ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പൊ അതിന്റെ അകത്ത് പറഞ്ഞേക്കാണ് ആൻമാർക്ക് കിട്ടിയിട്ട് 11 മാസമായി, ഇതുവരെ എംപ്ലോയർ സ്പോൺസർ വിസ കിട്ടിയിട്ടില്ല, സ്റ്റിൽ അവൈറ്റിംഗ്. സീരിയസ്ലി, എന്തുകൊണ്ടാണ് നിങ്ങൾ PR എന്നൊരു ഓപ്ഷനെ പറ്റി ചിന്തിക്കാത്തതെന്നുള്ളതിന്റെ ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവര്, അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചവരൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ താഴെയോ കമന്റ് ഇടുക. വൈ, എന്തുകൊണ്ട് നിങ്ങൾ PR എന്നൊരു ഓപ്ഷനെ പറ്റി ചിന്തിക്കുന്നില്ല? ഞാനൊരു കാര്യം കാണിച്ചു തരാമേ. ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന കണ്ടോ, ഓസ്ട്രേലിയൻ വർക്ക് റൈറ്റ്സ് ഉള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ എംപ്ലോയേഴ്സ് ഒക്കെ ഹയർ ചെയ്യുന്നുള്ളൂ. നിങ്ങളിടുന്ന ആപ്ലിക്കേഷൻസിന് എന്തുകൊണ്ട് റിപ്ലൈ വരുന്നില്ല അല്ലെങ്കിൽ റിജക്ഷൻ വരുന്നു എന്നുള്ളതിന്റെ ആൻസർ ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ എംപ്ലോയേഴ്സ് നവഡേസ് പ്രിഫർ ചെയ്യുന്നത് ഓസ്ട്രേലിയൻ വർക്ക് റൈറ്റ്സ് ഉള്ള കാൻഡിഡേറ്റ്സിന് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ, എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ 482 വിസേനേക്കാളും ഫാർ മോർ ബെറ്റർ ആണ് നിങ്ങൾക്ക് PR കിട്ടുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് നഴ്സുമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ഒരു 65 പോയിന്റ് അല്ലെങ്കിൽ 60 പോയിന്റ് സെക്യൂർ ചെയ്യാൻ പറ്റും. 189 എല്ലാവർക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം 189 പോയിന്റ് എല്ലാവർക്കും ഉണ്ടെന്ന് വരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് 190 491 വിസയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് പോയിന്റ് കുറവുള്ളവർക്ക്. പോയിന്റ് കുറവെന്ന് പറഞ്ഞാൽ ഒത്തിരി കുറവുള്ള 60 അല്ലെങ്കിൽ 55 പോയിന്റ് തൊട്ട് നമുക്ക് നോക്കാം. 55 പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ 491 വിസ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ള പോയിന്റ്സ് സ്റ്റേറ്റ് ഇങ്ങോട്ട് ഓഫർ ചെയ്യും. നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ട് അപ്രൂവൽ വന്നു കഴിഞ്ഞു. ഈ പോയിന്റ് കാൽക്കുലേഷൻ ഒക്കെ ഓൾറെഡി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. വീഡിയോ കാണാത്തവർ പോയിട്ട് അതൊന്ന് കാണുക. അപ്പൊ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആൻമാർക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് PRന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ലോഡ് ചെയ്യുക. ഒരു സൈഡിൽ കൂടി ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയറെ സെർച്ച് ചെയ്തോ, അത് കുഴപ്പമില്ല. കാരണം PR പ്രോസസ്സ് ഒരു ലോങ് പ്രോസസ്സാണ്. അതൊരു എനിക്ക് PR വന്നത് 1 year 3 months 15 days എടുത്തു ദ ഹോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനായിട്ട്. വൺസ് നിങ്ങൾക്ക് PR അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ സിറ്റി ഏരിയകളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പൊ നിങ്ങൾ റീജിയണൽ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കിട്ടാൻ എളുപ്പമുണ്ട്. കാരണം എല്ലാവരും ഒന്നും റീജിയണൽ ഏരിയയിലേക്ക് പോകാൻ താല്പര്യമായിരിക്കില്ല. എല്ലാവരുടെയും സ്വപ്നം ഒന്ന് സിഡ്നി പോവുക, മെൽബൺ പോവുക, പെർത്ത് പോവുക, അല്ലെങ്കിൽ ബ്രിസ്ബൻ പോവുക, കെയ്ൻസ് പോവുക, അങ്ങനെയൊക്കെ വലിയ വലിയ സിറ്റികളിലേക്കൊക്കെയാണ് എല്ലാവരുടെയും സ്വപ്നം. അപ്പൊ അതിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ജസ്റ്റ് 1 hour ഫാർ അവേ അല്ലെങ്കിൽ 1.5 hour ഫാർ അവേ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. അഫോർഡബിൾ അക്കോമഡേഷൻസ് കിട്ടും, നല്ല സ്കൂളുകളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. ഇനി എയർപോർട്ടിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. ചൂസ് ചെയ്യുമ്പോൾ വൈസ് ആയിട്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ആൻമാർക്ക് കിട്ടിയവര് PRന് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യാനായിട്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഇപ്പൊ എനിക്ക് ചിലപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൽബണിലേക്ക് പോകണമെന്നായിരിക്കും. അപ്പൊ മെൽബണിൽ മാത്രം വിക്ടോറിയയിൽ മാത്രം ഞാൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടും. അങ്ങനെയല്ല, നിങ്ങൾ എല്ലായിടത്തും കൂടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എടുക്കുക. അപ്പൊ എവിടെന്നെങ്കിലും ഒക്കെ വരും. എന്നിട്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് കയറി പോരുക. കയറി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്ലെന്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊരു ജോബ് കണ്ടുപിടിച്ച് അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് അങ്ങോട്ട് മാറാവുന്നതാണ് കാലാന്തരത്തിൽ. പിന്നെ ഡയറക്റ്റ് 186 കൊടുക്കുന്ന എംപ്ലോയറെ കോൺടാക്ട് തരാമോ എന്ന് ചോദിച്ചിട്ട് ആരും എനിക്ക് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കരുത് കേട്ടോ. കാരണം ഡയറക്റ്റ് 186 കൊടുക്കുന്ന എംപ്ലോയറെ ഞാൻ കാണാറില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി.